റീസെൻ്റ് ആയിട്ട് ഈ DOH എക്സാം പാസ്സായവർക്ക് ദുബായ് എമിറേറ്റിൽ DHA ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും MOHന്റെ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞിട്ട് അബുദാബിയിലേക്ക് ദുബായിലേക്ക് വരുമ്പോൾ അത് ട്രാൻസ്ഫറിനെ ചിലപ്പം ഒരു പക്ഷേ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. മിക്കവാറും കാണുന്നത് ഒരു ഇന്റർവ്യൂ തുടങ്ങുമ്പം തന്നെ ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർ ഇവരെ വേണോ വേണ്ടയോ എന്നൊരു 50% തീരുമാനിച്ചിട്ടുണ്ടാവും. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പ്രവാസി ഭാരതിയുടെ പരിപാടികൾ സ്ഥിരമായി കാണുന്നവരെ, ഇന്നൊരു പ്രത്യേക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകൾ നൽകാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ നഴ്സിംഗ് മേഖലയിൽ പണിയെടുക്കുന്നവർ വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്ത് അവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അബുദാബി ആണ് തലസ്ഥാനം, ദുബായ് ആണ് വ്യാവസായിക തലസ്ഥാനം. UAEയിൽ നെറ്റ്സായിട്ട് പോകാൻ എന്തൊക്കെ വേണം, ഏതൊക്കെ പരീക്ഷ പാസ്സാകണം, എങ്ങനെയാണ് എൻ്റെ ലൈസൻസിങ്, അവിടുത്തെ അവസരങ്ങൾ എങ്ങനെ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അബുദാബിയിൽ ദീർഘകാലമായി ഷെയ്ഖ് ഷാഖ്ബൂത്ത് ഹോസ്പിറ്റലിലെ രജിസ്റ്റേർഡ് നേഴ്സായി ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് അവിടുത്തെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ സീനിയറായ ഒരു വ്യക്തിയാണ് നമുക്കിന്ന് അഭിമുഖത്തിന് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് UAEയിലേക്ക് പരീക്ഷ എഴുതുക, എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ യോഗ്യതകൾ എന്താണ്, എന്തൊക്കെ മാർഗ്ഗങ്ങളിലൂടെ അപ്ലൈ ചെയ്യാം, ഏജൻറ്റുമാരെ നമ്മൾ സമീപിക്കേണ്ട കാര്യമുണ്ടോ, സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഏവർക്കും വേണ്ടി അബുദാബി ഷെയ്ഖ് ഷാഖ്ബൂത്ത് ഹോസ്പിറ്റലിലെ സീനിയർ രജിസ്റ്റേർഡ് നഴ്സ് മാഡം എൽസി തോമസിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം നമസ്കാരം. നമസ്കാരം. മാഡം, പ്രവാസി ഭാരതി ഇത്തരത്തിൽ ഒരുപാട് പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. തുടക്കത്തിൽ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും രാവിലെ വന്നിരുന്ന് തള്ളുകയാണെന്ന് പറയും. അങ്ങനെയല്ല. കാരണം മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നഴ്സുമാർ, മലയാളി നഴ്സുമാർ ലോകം അംഗീകരിച്ചതല്ലേ മാഡം? തീർച്ചയായിട്ടും അതെ. അത് നമ്മൾ കൊറോണ സമയത്ത് കണ്ടതാണ് മലയാളി നഴ്സസിനെ എത്രമാത്രം. അതെ. അപ്പോൾ നമുക്ക് ഒരുപാട് നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കേരളത്തിലുണ്ട്. അവർ വിദേശ രാജ്യത്ത് പോകും. കേരളത്തിൽ അവർക്ക് അത്ര സഫീഷ്യൻ്റായ ഒരു സാലറി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിൽ. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഗവൺമെൻറ് മേഖലയിൽ ജോലി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നാണെങ്കിൽ ആൾക്കാർ നഴ്സിംഗിന് പോകുന്നത് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് വിദേശ രാജ്യം, അതെ, പറയേണ്ടി വരും. പക്ഷെ അവർക്ക് വേണ്ടുന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഗവൺമെൻറ് അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, കേരള സർക്കാർ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഇനിഷ്യേറ്റീവ് വേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. നോർക്ക ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ബട്ട് അത് എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന് അവിടെയാണ് മാധ്യമങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അബുദാബിയിലെ തിരക്കുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രം കേരളത്തിലേക്ക് സന്ദർശനത്തിന് വന്നപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചത് മാഡത്തിനെ. മാഡം, നമുക്ക് UAEയിലെ കാര്യം പറയാം. UAEയിലെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് അബുദാബിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം, ദുബായിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം, അബുദാബിയും ദുബായും ഒഴികെയുള്ള ബാക്കി ഉള്ള എമിറേറ്റുകളിലാണെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് വേണം എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് 7 എമിറേറ്റുകളാണ് നമുക്ക് ഉള്ളത്. ഇവിടെ UAEയിലുള്ള 7 എമിറേറ്റുകളാണ്. അതിൽ അബുദാബിയാണ് തലസ്ഥാനം, ദുബായ് ആണ് അതിൻ്റെ വ്യാവസായിക നഗരം. പിന്നെ നമുക്ക് അജ്മാനുണ്ട്, ഷാർജയുണ്ട്, ഉമ്മൽഖേനുണ്ട്, റാസൽ ഖൈമയുണ്ട്, ഫുജൈറയുണ്ട്. അപ്പോൾ അങ്ങനെ 7 എമിറേറ്റുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അത്ര വലിയ രാജ്യമൊന്നുമല്ല, കേരളത്തിൻ്റെ 2.25 ഇരട്ടി മാത്രമേ വിസ്തൃതിയുള്ള രാജ്യമാണ്. പക്ഷേ തൊഴിലവസരങ്ങൾ ധാരാളമുണ്ട്. ഇതിൽ അബുദാബിയിലെ പരീക്ഷ ഏതാണ്, ദുബായിലെ പരീക്ഷ ഏതാണ്, ഈ 2 എമിറേറ്റുകളിലും അല്ലാതെ മറ്റ് എമിറേറ്റുകളിലേക്ക് എന്താണ് പരീക്ഷ, ഇത് സംബന്ധിച്ചാണ് നമുക്കറിയേണ്ടത്. അതെ, ആദ്യമായിട്ട് പറയുവാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് DOH, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ എക്സാമാണ്. അത് അബുദാബി എമിറേറ്റിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള എക്സാമാണ്. പക്ഷേ ഇപ്പോഴ് റീസെൻ്റ് ആയിട്ട് ഈ DOH എക്സാം പാസ്സായവർക്ക് ദുബായ് എമിറേറ്റിൽ DHA ഇല്ലാതെ തന്നെ ദുബായിയുടെ ലൈസൻസിങ് എക്സാമാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ DHA എക്സാം. പക്ഷെ അതില്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ട്. മുമ്പാണെങ്കിൽ ഇവിടെ അബുദാബിയിൽ ഒരു 6 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്ത് ദുബായ് ലൈസൻസ് ആക്കി വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല.
DOH എക്സാം പാസ്സായവർക്ക് ദുബായിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പറ്റും. പക്ഷേ എങ്കിൽ പോലും ദുബായിൽ ലൈസൻസിങ് എക്സാം ഉണ്ട്, DHA എന്നാണ് അതിന് പറയുക, ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ. പിന്നെ ബാക്കിയുള്ള എമിറേറ്റ്സുകളിലുള്ളത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ എക്സാമാണ്, MOH എക്സാമാണ്. അപ്പോൾ മൊത്തത്തിൽ 3 എക്സാം ആണുള്ളത്. നമുക്ക് അതൊന്ന് വിശദീകരിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന് DOH, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിൻ്റെ, അത് അബുദാബിക്ക് വേണ്ടിയാണ്. പിന്നെന്നുള്ളത് DHA, ദാറ്റ് മീൻസ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ, അത് ദുബായ്ക്ക് വേണ്ടിയാണ്. പിന്നെ MOH എന്ന് പറയുന്ന ഈ 2 എമിറേറ്റിലും അല്ലാത്ത ബാക്കി 5 എമിറേറ്റിലേക്ക് വേണ്ടിയാണ്. പക്ഷേ ഇതിലിപ്പോൾ DOH ഉണ്ടെങ്കിൽ നമുക്ക് ദുബായിൽ വർക്ക് ചെയ്യാം, അതുപോലെ മറ്റ് എമിറേറ്റിലും വർക്ക് ചെയ്യാം, മറ്റ് എമിറേറ്റ്സിൽ വർക്ക് ചെയ്യാം. പക്ഷേ അതിന് ഇപ്പോഴും ഈ ട്രാൻസ്ഫർ ആവശ്യമാണ്. അതായത് 6 മാസം നമ്മൾ അബുദാബിയിലോ ദുബായിലോ വർക്ക് ചെയ്തിട്ട് ബാക്കി എമിറേറ്റ്സിലേക്ക് വർക്കിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ലൈസൻസ് ട്രാൻസ്ഫർ എന്നാണ് പറയുക. അത് അപ്പം നമുക്ക് ഈ DOHന്റെ നമ്മുടെ ലൈസൻസ് അവിടെ ആക്റ്റീവായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലൈസൻസ് മറ്റിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തം UAE 3 പരീക്ഷകളാണുള്ളത്. നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക. ഒന്ന് DOH നമ്മൾ പറഞ്ഞു, മറ്റൊന്ന് DHA പറഞ്ഞു, പിന്നൊന്ന് MOH പറഞ്ഞു. ഈ 3 പരീക്ഷകളാണ്. ഈ പരീക്ഷകൾ എഴുതുന്നതിന് നിശ്ചിത യോഗ്യത വേണം. നമുക്ക് ജനറൽ നഴ്സിംഗുകാർക്ക് പറ്റുമോ, അതോ BSc നഴ്സിംഗുകാർക്കേ പറ്റുള്ളൂ? ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ട മറ്റൊരു കാര്യം. അതായത് ജനറൽ നഴ്സിംഗുകാർക്ക് പറ്റും, 3.5 years വർക്ക് ചെയ്തവർക്ക് പറ്റും. പക്ഷേ ഇപ്പോഴ് അതായത് DOH എന്ന് പറയുന്ന എക്സാം എഴുതാനായിട്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിൻ്റെ എക്സാം എഴുതാനായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഡിഗ്രിക്കാർക്ക് ഇപ്പോൾ അവർ അനുവാദം കൊടുക്കുന്നുള്ളൂ. ഫോറിൻ കൺട്രീസിലാണെങ്കിൽ ഡിപ്ലോമക്കാർക്ക് പറ്റും. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അവർ ഡിഗ്രിക്കാർക്ക്, അത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് അവരങ്ങനെയാണ് പറയുന്നത്, ഇവിടെ നിന്നുള്ള ഡിഗ്രിക്കാർക്കാണ് അവർ DOHന്റെ എക്സാം എഴുതാൻ സമ്മതിക്കുന്നുള്ളൂ. അപ്പം അത് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും MOHന്റെ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞിട്ട് അബുദാബിയിലേക്ക് ദുബായിലേക്ക് വരുമ്പോൾ അത് ട്രാൻസ്ഫറിനെ ചിലപ്പം ഒരു പക്ഷേ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്, പക്ഷേ അതൊരു പക്ഷേ ബാധിച്ചേക്കാം. കാരണം ഇപ്പോൾ അവർ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് എല്ലാം ഡിഗ്രിക്കാരെ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. RN ആയിട്ട്, രജിസ്റ്റേർഡ് നേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് RN അല്ലേ മാഡം? അപ്പോൾ ഈ MOH എഴുതാനും, അതായത് ഇപ്പോൾ ദുബായും അബുദാബിയും അല്ലാതെ MOH എഴുതാൻ നമുക്ക് ജനറൽ നഴ്സിംഗുകാർക്ക് പറ്റുമോ? പറ്റും. അവിടെയാണ് ഈ ട്രാൻസ്ഫറിന്റെ പ്രശ്നം ഒരു പക്ഷേ ഉണ്ടാകാം എന്ന് പറയുന്നത്. അത് ഓരോ പ്രാവശ്യവും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന്. നമ്മൾ അതിനകത്ത് കയറി ആ ഓരോ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പം ഓരോ പ്രാവശ്യവും അവർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷെ നിലവിൽ BSc നഴ്സിംഗിനാണ് അവിടെ പ്രിഫറൻസ് ഉള്ളത് അല്ലേ? തീർച്ചയായിട്ടും. ഇനി BSc നഴ്സിംഗ് പാസ്സായ ഒരു കുട്ടി, കേരളത്തിൽ BSc നഴ്സിംഗ് പാസ്സായ ഒരു കുട്ടി, ഈ കുട്ടിക്ക് DOH എഴുതണം എന്നിരിക്കട്ടെ, എന്താണ് ആ കുട്ടി ആദ്യം ചെയ്യേണ്ടത്? ആദ്യമായിട്ട് വേണ്ടത് ഈ നമ്മൾ ഇവിടെ എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ നമ്മൾ എടുക്കണം. കേരളത്തിലെ രജിസ്ട്രേഷനോ ഇനി അല്ല പുറത്തായി എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട് നഴ്സിംഗ് കൗൺസിലുണ്ട്. ഈ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിരിക്കണം. ബേസിക് ആയിട്ട് ആദ്യമായിട്ട് വേണ്ടത് അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 2 വർഷം എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അത് കേരളത്തിലെ എക്സ്പീരിയൻസ്, കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയോ എവിടെയാണെങ്കിലും ഉള്ള ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സാം എഴുതുമ്പോഴത്തേക്കും BLS, അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട്, അതുണ്ടായിരിക്കണം. അതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ AHA അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് BLS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൊവൈഡർ കോഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ നമ്മൾ ഇവിടെ BSc നഴ്സിംഗ് പാസ്സായി, അത് കഴിഞ്ഞ് നമുക്ക് നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി, 2 വർഷം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ BLSൻ്റെ സർട്ടിഫിക്കേഷൻ വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ DOHനോ DHAക്കോ എനിക്ക് MOHനോ നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം.
ഇനി ഇതിന്റെ മറ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് മാഡം? ഇവിടെ ഇരുന്നുകൊണ്ട് ഒരാളിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് ഗൾഫിൽ ചെല്ലേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഇരുന്നുകൊണ്ട് തീർച്ചയായിട്ടും പറ്റും. ഓൺലൈനിൽ ഇപ്പോൾ ഈ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇവരുടെ എല്ലാ വെബ്സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിൽ കയറുക. ഇതിനകത്ത് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവരുടെ ഡാറ്റ ഫ്ലോ ആണ്. ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്രെഡൻഷ്യൽസും നമ്മുടെ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യുക, അവരത് അപ്രൂവ് ചെയ്യുക. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി എന്ന് പറയുക. ഈ ഡാറ്റ ഫ്ലോയ്ക്ക് അവർ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ആ സൈറ്റിൽ തന്നെയുണ്ട്. നമ്മുടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ സൈസ് എത്രയായിരിക്കണം, ഫോട്ടോയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഉണ്ടാകും. ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ സൈസ് ഉണ്ടാവും, എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതെല്ലാം അവർ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ കോൺടാക്ട് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്തത് അവരെ കോൺടാക്ട് ചെയ്ത് അത് കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആകാനായിട്ട് ഒരു 4 to 6 വീക്സ് ഒക്കെ ഒരു പക്ഷേ എടുത്തെന്ന് വരും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ. അതിന് സാധാരണ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് ഏജൻസീസിനെയാണ്. പക്ഷേ ഏജൻസിയെ അപ്രോച്ച് ചെയ്യാതെ തന്നെ നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജും കമ്പ്യൂട്ടർ സ്കിൽസും ഉണ്ടെങ്കിൽ ഇവരുടെ സൈറ്റിൽ കയറി കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഏജൻസി വരെ ദുരുപയോഗം ചെയ്യുന്നില്ലേ ഒരുപാട്? അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ നമ്മളങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഈ BSc നഴ്സിംഗ് പാസ്സായി നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ട്. അവർക്ക് കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തനിയെ ചെയ്യാൻ കഴിയുമെന്നാണ്. നമുക്ക് അത്യാവശ്യം ഒരു കമ്പ്യൂട്ടർ നോളജ് എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവും. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ കോപ്പി നമ്മൾ സൂക്ഷിക്കണം. അതിപ്പോൾ ഈ നഴ്സിംഗിൽ നിന്ന് മാത്രമല്ല, ഏതൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ ഓൺലൈൻ മാത്രമേ പറ്റുള്ളൂ. അതിനൊരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ ആ ഫോട്ടോഗ്രാഫ് നിശ്ചിത സൈസിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അതൊന്നും വലിയ കാര്യങ്ങളല്ല ഇപ്പോഴും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ കഴിയുമെന്നാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മാഡം നമ്മോട് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ നിങ്ങൾ ശ്രമിക്കുക, ആവശ്യമില്ലാതെ കാശ് കളയണ്ട. അപ്പോൾ ഈ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതിലാണ്. ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും കൃത്യമായി അപ്ലോഡ് ആവുകയും അതിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തിയാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്? അതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കോളേജുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് നമുക്ക് അവർ ചെക്ക് ചെയ്യും നമ്മുടെ സർട്ടിഫിക്കറ്റ്. നമ്മളൊരു 2 വർഷത്തെ എക്സ്പീരിയൻസ് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് കൊടുത്താൽ പറ്റില്ല. അതിന് വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ വെരിഫിക്കേഷൻ നടക്കുമെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവില്ല. നമുക്ക് പരീക്ഷ എഴുതാനും പറ്റില്ല. അല്ലേ മാഡം? അപ്പോൾ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് പിന്നീട് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി. അതെ. പിന്നെ നമുക്ക് ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആകുന്ന സമയം ഏകദേശം നമുക്ക് എപ്പോഴും നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ആ കംപ്ലീറ്റ് ആകുമെന്നുള്ള ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സാം ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. എക്സാം ഡേറ്റ് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എക്സാം സെന്റേഴ്സും ചൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഇഷ്ടംപോലെ സെന്റേഴ്സ് ഉണ്ട്, കേരളത്തിലും സെന്റേഴ്സ് ഉണ്ട്. അപ്പം കേരളത്തിൽ എനിക്കറിയാവുന്നത് കൊച്ചിൻ, ട്രിവാൻഡ്രം എന്തായാലും ഉണ്ട്. ബാക്കി സെന്റേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ സെന്റേഴ്സ് നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച്, നമ്മുടെ സൗകര്യത്തിനുള്ള ഡേറ്റ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 2-3 മാസത്തിലൊരിക്കൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അനുസരിച്ച് അവർ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. മിനിമം ഒരു 4 ടൈംസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും പരീക്ഷ ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ട്. അപ്പം ആ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക, ആ എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. ഈ പരീക്ഷ എങ്ങനെയാണ് മാഡം? മൾട്ടിപ്പിൾ ചോയ്സ് ആണോ അതോ ഡിസ്ക്രിപ്റ്റീവ് ആണോ? അല്ല, ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് അല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 150 to 200 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിൻ്റെ അനുസരിച്ച് ഒരു 2.5 hours 2 to 3 hours ഒരു എക്സാം ആയിരിക്കും. അപ്പം അതിൻ്റെ സെൻറ്റേഴ്സിൽ പോയിട്ട് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. അന്ന് തന്നെ നമ്മുടെ സ്കോർ എന്താണെന്നും നമ്മൾ പാസ്സായോന്നും നമുക്ക് അറിയാൻ പറ്റും. ഓൺലൈൻ ആയതുകൊണ്ട് അങ്ങനത്തെ ഗുണമാണ്. നമ്മൾ പരീക്ഷ എഴുതി പിന്നെ കാത്തിരിക്കേണ്ട, പരീക്ഷ പേപ്പർ വാല്യുവേഷന് വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട, അന്നേ ദിവസം തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഈ പരീക്ഷ മൊത്തത്തിൽ ഭയങ്കര പ്രയാസമാണോ? നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ, നമ്മൾ ഈ നഴ്സിംഗ് പഠിച്ചതും നമ്മൾ ഇപ്പോഴുള്ള നഴ്സിംഗുമായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ അത്രയൊരു വലിയ ബുദ്ധിമുട്ട് വരില്ല.
പിന്നെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊന്ന് റീ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് പാസ്സാകാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സിന് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. മിക്കവാറും പിള്ളേർക്ക്, അതായത് ഇതിനൊരു 70 DOH-നാണെങ്കിൽ 70% മാർക്കാണ് വേണ്ടത് പാസ് ആവാനായിട്ട്. അത് കേരളത്തിൽ പഠിച്ച നഴ്സിംഗ് പഠിച്ച ഒരു കുട്ടിക്ക് മിക്കവാറും ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നഴ്സിംഗിൻ്റെയാണ് ഞാൻ ചോദിക്കുന്നത്, വളരെ മെച്ചപ്പെട്ടതാണ് അല്ലേ? അവിടെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ പഠിച്ച നഴ്സസിന് അവരെപ്പോഴും ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് കൊടുക്കാതെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഒന്നാമത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണേലും സ്കില്ലിൻ്റെ കാര്യത്തിലാണേലും നോളജിൻ്റെ കാര്യത്തിലാണേലും അവർക്കൊരു ഹയർ എഡ്ജ് എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം കേരളത്തിൽ പഠിക്കുന്ന പിള്ളേർക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് എപ്പോഴും കണ്ടിട്ടുണ്ട്. അതെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റിട്ടൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഇവർക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇവർ പാസ്സായി കഴിഞ്ഞു, പിന്നെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമല്ലോ. ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ. ജോലിയുടെ ഒരു സാധ്യത എങ്ങനെയാണ് യുഎഇയിൽ, അബുദാബിയിലും? ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ റിട്ടൺ ടെസ്റ്റ് പാസ്സായി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈസൻസ് വന്നു എന്നല്ല. ലൈസൻസിന് നമുക്ക് അതിനകത്ത് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ലൈസൻസ് പ്രോസസ്സായിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ലൈസൻസിന് വാലിഡിറ്റി ഉണ്ട്, 2 years ആണ് അതിന്റെ വാലിഡിറ്റി. അപ്പോൾ ഒരു കാര്യം, നമ്മൾ പരീക്ഷ പാസ്സായി കഴിഞ്ഞതുകൊണ്ട് മാത്രം ആവുന്നില്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഒരു ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അത് ആ സൈറ്റിൽ ഓൺലൈൻ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ആ ലൈസൻസിന്റെ വാലിഡിറ്റി ആണ് 2 years. ഓക്കെ. അത് കഴിഞ്ഞ് റിന്യൂ ചെയ്യണം. അത് എവറി 2 years റിന്യൂ ചെയ്യേണ്ടതാണ്. എക്സ്പയറി ആകുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ ക്രെഡിറ്റ് പോയിന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും, ഓൺലൈനൊക്കെ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് പിന്നെ വേറെ സെപ്പറേറ്റ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വർക്ക്ഷോപ്സും സെമിനാർസും ഇന്റർനാഷണൽ സെമിനാർസും ഒക്കെ ഓൺലൈനിൽ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രെഡൻഷ്യൽസ് കിട്ടും. അങ്ങനെ അത് വെച്ച് റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. എവറി 2 years നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ലൈസൻസ് എന്ന് പറയുന്നത്, ലൈസൻസ് റിന്യൂവൽ. പക്ഷേ ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ഓരോ ഹോസ്പിറ്റൽസിൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക് സെക്ടറിൻ്റെ ആണെങ്കിലും അവരുടെ സൈറ്റിൽ കയറി അവരുടെ പോർട്ടിൽ അപ്ലൈ ചെയ്യണം. അവരുടെ പോർട്ടലിൽ അപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ മറ്റ് ഏജൻസികളിലൂടെ ഒന്നും നിങ്ങൾ പോകരുത്. എല്ലാ ഗവൺമെൻറ്, നമ്മളിപ്പം യുഎഇയിലെ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അവിടെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്കും അതോടൊപ്പം തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും അവർക്ക് സ്വന്തം വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് കരിയേഴ്സിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു കോളം, ഒരു ബട്ടണുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേക്കൻസി അറിയാൻ പറ്റും. അതിലൂടെ തന്നെ അപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ സൈറ്റിലൂടെ തന്നെ അപ്ലൈ ചെയ്യണം. വേറെ സൈറ്റിലൊന്നും അപ്ലൈ ചെയ്യാൻ പോകരുത്. ആവശ്യമില്ല ചക്രം കൊണ്ട് കളയരുത്. അല്ലേ മാഡം? അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ പിന്നെ അത് ആപ്ലിക്കേഷൻ പരിഗണിച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കും അല്ലേ? അതെ. മിക്കവാറും ഹോസ്പിറ്റൽസിനും ഇപ്പം ഓൺലൈൻ ഇൻ്റർവ്യൂസ് ഉണ്ട്. അതെ. അപ്പം അവർ നിങ്ങളെ സ്കൈപ്പിലോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൺലൈൻ ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് അനുസരിച്ച്, പിന്നെ ഈ ലൈസൻസോ ബാക്കിയുള്ള മാർക്കിൻ്റെ കാര്യമോ ഒന്നുമല്ല, നിങ്ങൾ ആ ഇൻ്റർവ്യൂ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജോലി സാധ്യത. അവിടെയാണ് നമ്മുടെ പിള്ളേർ പലപ്പോഴും പുറകോട്ട് പോകുന്നത്. അതെ അതെ അതെ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലല്ലേ? അതെ അതെ. അപ്പോൾ അത് കൂടി ഒന്ന് സൂചിപ്പിച്ചേക്കാം. അപ്പോൾ ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഓൺലൈനാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോൾ ദുബായിലോ അബുദാബിയിലോ യുഎഇയിലുള്ള മറ്റേതെങ്കിലും എമിറേറ്റുകളിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി നമ്മൾ ആദ്യമേ അങ്ങോട്ട് പോകണമെന്നില്ല. കറക്റ്റ് അല്ലേ? ഇല്ല. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂ വരെ നമുക്ക് ഇവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനു വേണ്ടി ഒരു വിസ എടുത്ത് അവിടെ ചെന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ലൈസൻസിന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ആ 2 വർഷത്തിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആ ജോലി നേടിയാൽ മതി. ഇൻ്റർവ്യൂവിൻ്റെ സംവിധാനം ഓൺലൈനിൽ നമുക്ക് കിട്ടും. ഇവിടെ ഇരുന്ന് ചെയ്യാം. പക്ഷേ ഇൻ്റർവ്യൂവിന് നമ്മുടെ പെർഫോമൻസ് നന്നാവണം. ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓൺലൈൻ വഴി നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതെ. നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ജോലിയുടെ സാധ്യത. നമ്മുടെ സ്കിൽസ് തന്നെയാണ്, നമ്മൾ ആരാണ്,
എന്നുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഏത് ഏരിയയിലാണ് ആദ്യമേ നോക്കേണ്ടത്, നമ്മൾ ഏത് ഏരിയയിലേക്കാണ് അപ്ലൈ ചെയ്തതെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു മെഡിക്കൽ സർജിക്കൽ ഏരിയയിലേക്ക് അപ്ലൈ ചെയ്ത ഒരാൾ നമ്മുടെ എക്സ്പീരിയൻസ് വേറെ എവിടെയെങ്കിലും ഉള്ള എക്സ്പീരിയൻസിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ആ ഏരിയയിലുള്ള എക്സ്പീരിയൻസ്, ആ ഏരിയയിൽ ഇന്ന് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് നടക്കുന്നത്, അതിനകത്ത് നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പ്രസന്റ് ചെയ്ത് കൃത്യമായി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അതിന് കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മിക്കവാറും കാണുന്നത് ഒരു ഇൻ്റർവ്യൂ തുടങ്ങുമ്പം തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർ ഇവരെ വേണോ വേണ്ടേന്ന് ഒരു 50% തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ആ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, നമ്മൾ എങ്ങനെ നമ്മളെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ലാംഗ്വേജിനും കമ്മ്യൂണിക്കേഷനും അത് വളരെ വളരെ പരമപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. കാരണം അവിടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത് മൾട്ടിനാഷണൽസ് ആയിരിക്കും. അതെ, അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത് ചിലപ്പോൾ അറബ് ഭാഷ അറിയുന്ന ഒരാളായിരിക്കും, ഒരു യൂറോപ്യൻകാരനുണ്ടാവും, ഇന്ത്യക്കാരനുണ്ടാവണമെന്നില്ല, ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി ഉണ്ടായാൽ മിക്കവാറും അതൊരു മലയാളിയായിരിക്കും. അതെ. മറ്റ് വ്യത്യസ്ത ഭാഷക്കാർ ആണ് വരുന്നത്. എത്രയോ നാഷണാലിറ്റീസ് താമസിക്കുന്ന ഒരു രാജ്യമാണ് UAE. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു 70 കൺട്രീസിലധികം എന്നുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. 70 രാജ്യങ്ങളിൽ. അതെ. അപ്പോൾ ഏറ്റവും കൂടുതൽ നാഷണാലിറ്റീസ് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE. അപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നത് ഒരു അറബിയൻ ആയിരിക്കണമെന്നില്ല, ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാവണമെന്നില്ല, അത് ഏത് ഭാഷക്കാരനും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് വളരെ കറക്റ്റായിരിക്കണം, അവരെ ഇമ്പ്രസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ നഴ്സിംഗ് പാസ്സായ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നേടിയിരിക്കണം, എങ്കിലേ നമുക്ക് ഇൻ്റർവ്യൂവിന് പാസ്സായി എടുക്കാൻ പറ്റും. ശരിയല്ലേ? അതെ. നമ്മുടെ കോൺഫിഡൻസ്, നമുക്കൊരു കാര്യം പറയുമ്പം അത് കേൾക്കുമ്പോൾ അറിയാം നമ്മൾ ആ ഏരിയയിൽ എത്ര കോൺഫിഡൻ്റ് ആണെന്ന്. ആ കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ അവർ ഇപ്പം അത്രയും നമുക്ക് നോളജ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ആ കോൺഫിഡൻസ് കണ്ടിട്ട് അവർ സെലക്ട് ചെയ്തെന്നിരിക്കും. അപ്പം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ട് നമുക്കത് പറയാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോ, പക്ഷെ നമ്മളത് അക്വയർ ചെയ്യാം. കാരണം നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ ആ സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യാം എന്ന് പറയുമ്പം തന്നെ അവർക്കറിയാം, ഓ ഈ കുട്ടിക്ക് പറ്റും എന്നവർക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സ്കില്ലും നമ്മുടെ നോളജും നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് ആ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈവൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ സാലറി പോലും അതിനകത്ത് വ്യത്യാസം ഉണ്ടാവാം. ഒരേ ജോലിയിൽ തന്നെ സാലറി തന്നെ വ്യത്യാസം ഉണ്ടാവാം. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കും അല്ലാതെ ഒരു ബിഗിനർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പം ബിഗിനർ ആവണമെന്നില്ല, കുറച്ച് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പോലും അവരെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഒരു ബിഗിനർ ശമ്പളം വാങ്ങുന്നത് അത് വളരെ വാലിഡ് പോയിന്റ് ആണ്. നമ്മൾ ഇവിടുത്തെ പോലെ ഒരു സ്കെയിൽ വെച്ചിട്ടല്ല, ഓരോ കാൻഡിഡേറ്റിനും അവർ നിശ്ചയിക്കുന്ന ഒരു സാലറിയാണ്. ശരിയല്ലേ? അതെ. ഒരേ ജോലിക്ക് വേണ്ടുന്ന 10 പേർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു, അതിൽ 5 പേരെ സെലക്ട് ചെയ്യുന്നു. 5 പേർക്ക് ഒരേ സാലറി ആവണമെന്നില്ല. നമുക്ക് കേരളത്തിൽ അങ്ങനെയല്ല. PSCയിലാണെങ്കിൽ എത്ര ജോലി ചെയ്താലും എത്ര കഴിവുണ്ടെങ്കിൽ ഒരേ സ്കെയിൽ കിട്ടും. അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമ്മൾ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മളിതിന് ഏബിൾ ആണ് എന്ന് അവർ തോന്നിപ്പിക്കുന്നത്, ഇതെല്ലാം ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മേഡം, ഇപ്പോൾ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടി 2 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞു, നമ്മളിതിൽ അപ്ലൈ ചെയ്തു, പരീക്ഷ പാസ്സായി, ലൈസൻസ്ഡായി, അവരിപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ മിനിമം നമുക്ക് എത്ര രൂപ സാലറി പ്രതീക്ഷിക്കാം? എത്ര കുറഞ്ഞാലും ഒരു 5,000 പെർ മന്ത്, 5,000 to 10,000 പെർ മന്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് കൂടുതൽ കിട്ടിയെന്നിരിക്കും, അതിൽ കുറയില്ല. പക്ഷേ അതിൽ കുറയില്ല. മിനിമം 5,000 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 1 ലക്ഷത്തിന് മുകളിൽ വരുന്നു. ഇപ്പോൾ 22 ആണ്. 1,23,000 അടുപ്പിച്ച് സാലറി വരുന്നു ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച്. അപ്പോൾ ചെറിയ സാലറി അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന BSc നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടികൾ, അതിപ്പോൾ പഠിച്ച് കഴിഞ്ഞ കുട്ടികൾ, ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികൾ, DOHനും DHIക്കും അതോടൊപ്പം MOH അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഒക്കെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കണം. നമുക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടിയല്ല, ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട്. മേഡം, എന്തായാലും ഇപ്പോൾ നല്ലൊരു സാലറി സ്കെയിലാണ് വരുന്നത്. സാലറി സ്കെയിൽ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറയണം. ഇപ്പം അവിടുത്തെ എക്സ്പെൻസസ്
കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതായത് നമ്മൾ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരാളുടെ സാലറി എന്ന് പറയുന്ന ഈ 5,000 6,000 കൊണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ ജീവിച്ചു പോകാനേ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യവും കൂടെ ഓർക്കണം. അപ്പം നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കണം. നമുക്ക് നല്ലൊരു ജോലി കിട്ടാനായിട്ടുള്ള ശ്രദ്ധയും വേണം. കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ച് കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകാനേ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാലറിയിൽ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു പോകാനേ പറ്റുമെന്ന് പറ്റുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ലല്ലോ അവിടെ. ടാക്സ് ഇല്ല, ഇത്ര അവിടെ സ്പെൻഡ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചും നമ്മൾ സേവ് ചെയ്യുന്നതിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് നാട്ടിലേക്ക് അയക്കുന്നതിന് തടസ്സമില്ല, അവിടെ പ്രത്യേകിച്ച് ടാക്സ് ഇല്ല. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. എന്തായാലും നല്ലൊരു മേഖലയാണ്. ഇപ്പോൾ ഒരു മിനിമം 5,000 സാലറി കിട്ടുന്ന മറ്റു ജോലികൾ കുറവാണ്. നഴ്സസിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാലറി അവിടെ കിട്ടുന്നത്. എക്സാക്ട്ലി, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. മറ്റേത് ജോലിക്കും തുടക്കത്തിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും സാലറി കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് നമുക്ക് 1,20,000 മിനിമം സാലറി കിട്ടും. ഗവൺമെന്റിലാണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. പ്രൈവറ്റ് ആയാലും ഇതിൽ കുറച്ചായിരിക്കില്ല. ഇല്ല, പ്രൈവറ്റിൽ ഒരിക്കലും 5,000 കുറവായിരിക്കില്ല. അതായത് ഹോസ്പിറ്റൽസിൽ നമ്മൾ ക്ലിനിക്കിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ കുറവായിരിക്കാം. പക്ഷേ ക്ലിനിക്സിൽ അധികം നോക്കാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യാനും പാടായിരിക്കും. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ആ ക്ലിനിക്കിലായി പോകത്തില്ല. നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് ഒരു ഏരിയയിൽ നമുക്ക് നമ്മളെ സെലക്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. ക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അതായത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് ഏത് ഏരിയയിലാണെന്നനുസരിച്ച് കുറച്ച് പ്രിഫറൻസ് കിട്ടുന്ന ഏരിയാസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ എമർജൻസി റൂമിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ക്രിട്ടിക്കൽ കെയറിൽ വർക്ക് ചെയ്യുന്നവർക്ക്, കാർഡിയാക് കെയറിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പീഡിയാട്രിക്സിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, മിഡ്വൈഫറിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, ഓങ്കോളജിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, ഇത് വരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഏരിയാസിൽ കൂടുതൽ ആൾക്കാരെ വേണ്ടതും കൂടുതൽ നഴ്സസിൻ്റെ ടേൺ ഓവർ ഉള്ള ഏരിയ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഏരിയയിൽ വരുന്ന നഴ്സസ്, സ്കിൽഡ് നഴ്സസിൻ്റെ എണ്ണം കുറവായിരിക്കും. പ്രത്യേകിച്ച് ഓങ്കോളജി കുറവാണ്. പലർക്കും ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട്, ഓങ്കോളജി, കീമോതെറാപ്പി ഇതൊന്നും നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയ അല്ല എന്നുള്ളത്. ഒരിക്കലും അല്ല. ഇപ്പോഴത്തെ അഡ്വാൻസ് ടെക്നോളജി അനുസരിച്ച് ഞാനൊരു 20 വർഷത്തോളം കീമോതെറാപ്പിയിൽ വർക്ക് ചെയ്താണ്. അപ്പൊ തന്നെ അറിയാലോ, എനിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും അതിന്റെ പേരിലുണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ ഉണ്ടായിട്ടില്ല എന്ന്. അപ്പം അങ്ങനെ ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട് ശരിക്കും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ലാത്ത ഏരിയ. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കീമോതെറാപ്പി ഏരിയ എന്ന് പറഞ്ഞാൽ. ഓരോ ദിവസവും ഓരോ പുതിയ ഡ്രഗ്സ്, അതായത് ഒരാഴ്ചയിൽ ഒരു പുതിയ ഡ്രഗെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കില്ലാണെങ്കിലും നമ്മുടെ നോളജ് ആണെങ്കിലും എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഏരിയാസിലും നമുക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള ഏരിയാസിൽ പോകുന്നവർക്ക് ഈ മൊഡ്യൂൾ ടേൺ ഓവർ എന്നുള്ള അതല്ല, ആൾക്കാർ കുറവുള്ള സ്കിൽഡ് ആയിട്ടുള്ള നഴ്സസ് കുറവുള്ള ഏരിയയിൽ പോകുന്നവർക്ക് ഈ ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ശ്രമിക്കുന്നതാണ് നല്ലത് അല്ലേ? ഹോസ്പിറ്റലിലേക്ക് ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അവിടെ തന്നെ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം കുഞ്ഞു കുട്ടികളുണ്ട്, നമുക്ക് നൈറ്റൊക്കെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഏരിയാസ് ഉണ്ട്. ഔട്ട് പേഷ്യന്റിൽ നമുക്ക് അന്നേരം വർക്ക് ചെയ്യാം. ആ ഹോസ്പിറ്റലിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ചേഞ്ച് കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ ഡേ കെയർ സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡയാലിസിസിനുണ്ട്, കീമോതെറാപ്പിക്കുണ്ട്, ഇതിനൊക്കെ റേഡിയേഷനുണ്ട്. ഇതിനൊക്കെ ഡേ യൂണിറ്റ്സ് ആയിട്ടാണ് അതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ അവിടെ പകല് മാത്രം മതിയല്ലോ. അപ്പൊ ആ രീതിയിൽ വേണ്ടവർക്ക് അങ്ങനെയുള്ള ചോയ്സസും ഉണ്ട്. മാഡം ഇപ്പോൾ മാഡം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പിന്നെ ഈ ഹോസ്പിറ്റൽ, അത് അവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റൽ അല്ലേ? ഹോസ്പിറ്റൽസ് എന്ന് പറയാൻ പറ്റും. ഇത് ആക്ച്വലി ഇത് മെഡിക്കൽ സിറ്റിയാണ്. അതെ, ഷേഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റി എന്ന് പറയും. അത് അതിനകത്ത് മഫ്രഖ് ഹോസ്പിറ്റലിന്റെ അടുത്ത് അതെയായിരുന്നു. മഫ്രഖ് ഹോസ്പിറ്റലുമായിട്ട് ചേർന്നാണ്. അപ്പം മഫ്രഖ് ഹോസ്പിറ്റലിന് മുമ്പ് ഓങ്കോളജി ഉണ്ടായിരുന്നു. ഓങ്കോളജി അല്ല, വേറെ കുറച്ച് ഇതുപോലത്തെ
ദ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ അബുദാബി സിറ്റിയിൽ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെയും കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മേർജ് ചെയ്ത് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സെൻറ്ററിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഓങ്കോളജി ഷെയ്ഖ് ഖലീഫയിൽ നിന്നും മഫ്രക്കിൽ നിന്നും ഷെയ്ഖ് ഷക്ബൂത്തിലേക്ക് വന്നു. മഫ്രഖ് ഹോസ്പിറ്റലിൽ ഇല്ല, പക്ഷേ ഷെയ്ഖ് ഖലീഫ ഇപ്പോഴും ഉണ്ട്. എങ്കിലും ഷെയ്ഖ് ഖലീഫയിൽ ഇപ്പം അഡൽട്ട് ഓങ്കോളജി യൂണിറ്റ് ഇല്ല. ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഖ് ഷക്ബൂത്തിലേക്ക് ഇത് ആക്ച്വലി നമ്മൾ അബുദാബി സിറ്റിയിൽ നിന്ന് വിട്ടിട്ടാണ്. അബുദാബി സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 40 minutes ജേർണി ഉണ്ട്. അത് ഒരു വലിയ ഹോസ്പിറ്റലാണ്. എത്ര ബെഡ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. അത്രത്തോളം ഉണ്ട്. ഓരോന്നിനും ഓരോ ഏരിയ ആയിട്ട്. അതിനകത്ത് വൺ ഓഫ് ദി എക്സ്പാൻഡിങ് യൂണിറ്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓങ്കോളജി അതിന് തന്നെ ഒരു പുതിയ സെൻറ്റർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള പ്ലാനും അതിനുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓൾ ഓവർ UAE-യിൽ നിന്ന് നമുക്ക് പേഷ്യൻസിനെ കിട്ടുന്നുണ്ട് ഈ ഷെയ്ഖ് ഷക്ബൂത്തിലേക്ക്. അതിന് കുറേ കാരണങ്ങളുണ്ട്, പക്ഷേ എന്നാലും ഇൻഷുറൻസ് കാരണങ്ങളും ബാക്കിയുള്ള കാരണങ്ങളും കൊണ്ട് അത് അങ്ങോട്ടേക്ക് ഫൈനലി മിക്കവാറും എല്ലാ പേഷ്യൻസും എത്തിപ്പെടുന്നത് അവിടെയായിരിക്കും. അവിടെയോ തവാമിലോ, അങ്ങനെ 2 ഹോസ്പിറ്റൽസിലാണ് എത്തിപ്പെടാറുള്ളത്. മാഡം, ഇത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷകളുടെ പേരുകൾ തന്നെ വാസ്തവത്തിൽ നമുക്ക് അത്ര നിശ്ചയമില്ല. ഇപ്പം എന്താണ് DOH, എന്താണ് DH, എന്താണ് MOH എന്ന് പലർക്കും അറിയില്ല. മാത്രമല്ല, ഞാൻ ഈ അടുത്ത കാലം വരെ കരുതിയിരുന്നത് അബുദാബിക്ക് വേറെ പരീക്ഷ, ദുബായിക്ക് വേറെ പരീക്ഷ, മറ്റ് എമിറേറ്റുകൾക്ക് വേറെ പരീക്ഷ എന്നുള്ളതായിരുന്നു. അപ്പോൾ അബുദാബിയുടെ ഈ DOH എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും അതോടൊപ്പം തന്നെ ട്രാൻസ്ഫറിൻ്റെ ചില മാനദണ്ഡങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരു എമിറേറ്റിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് കുറച്ച് നാളെങ്കിലും കഴിയുമ്പോൾ ഇതിനൊരു യൂണിഫൈഡ് ഇത് വന്നേക്കാം, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ DHയും DOHും ഇപ്പം ഓൾമോസ്റ്റ് ഒന്നായി വരുന്നുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് DOHൻ്റെ എക്സാം എഴുതുന്നവർക്ക് ഇപ്പം DHA ലൈസൻസ് ഇല്ലെങ്കിൽ പോലും, സെപ്പറേറ്റ് ലൈസൻസ് ഇല്ലെങ്കിൽ പോലും ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്ന എക്സാം എപ്പോഴും കുറച്ചുകൂടി ഒരു മേൽക്കൈ ഉള്ളത് DOHൻ്റെ എക്സാം, അതായത് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിന്റെ എക്സാം ആണ്. എഴുതാൻ പോകുന്നവർക്ക് നമുക്ക് ആ ഒരു അഡ്വൈസ് കൊടുത്തു. അതെ, അതാണ് കുറച്ചുകൂടി ടഫുമാണ്, കമ്പാരിറ്റീവ്ലി ടഫാണ്. പക്ഷേ DOH ലൈസൻസിനാണ് ഒരു ചെറിയ ഒരു പൊടിക്ക് മേൽക്കൈ എന്ന് പറയാൻ പറ്റും. നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു ആക്സസ് കിട്ടും. UAE രാജ്യം മുഴുവൻ നമുക്കൊരു ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും മെഡിക്കൽ രംഗത്ത്, പ്രത്യേകിച്ചും നഴ്സിംഗ് രംഗത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്കെല്ലാം തന്നെ ഇൻഫർമേറ്റീവായ ചില കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെച്ചതെന്ന് വിചാരിക്കുന്നു. മറ്റെന്തെങ്കിലും നമുക്ക് ഇവർക്കൊരു ഇതായിട്ട് കൊടുക്കാനുണ്ടോ? ഒരു സാധാരണ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചോദ്യമാണത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പറയാനായിട്ട്. പക്ഷേ എപ്പോഴും നഴ്സിംഗ് എന്ന് പറയുമ്പം കുട്ടികളിപ്പോൾ നഴ്സിങ്ങിന് പോകുന്നത് തന്നെ പുറത്തെവിടെയെങ്കിലും ജോലി എന്നുള്ള രീതിയിലായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് ഇപ്പം UAE കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ കൺസിഡർ ചെയ്യുന്നത് വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഇടത്താവളം എന്നുള്ള രീതിയിലാണ്. പക്ഷെ തിരിച്ചും വരുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ട്, അതായത് അവിടുത്തെ പാസ്പോർട്ടൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വെയിറ്റേജ് ആണ് ഇവിടെ UAE. അതെ, അവർക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന സാലറി കൂടുതൽ സാലറി കിട്ടും. അപ്പൊ എന്ത് ചെയ്യും ആൾക്കാരെന്ന് ചോദിച്ചാൽ അത് ശരിക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ പേരൻസ് അത്ര ഏജ്ഡ് ഒന്നും ആയിരിക്കത്തില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ പേരൻസ് സ്റ്റേറ്റ് ആവും. അപ്പം നമുക്ക് അവിടുന്ന് വരിക എന്ന് പറയുന്നതും നോക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണെങ്കിൽ ഒരു 3.5-4 hours ജേർണിയേ ഉള്ളൂ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സാലറി കിട്ടും, കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ അവിടുത്തെ പാസ്പോർട്ടും നമ്മുടെ റെസിഡൻസിയും അവിടെ സേഫ് ആയിട്ട് ിരിക്കും. നമുക്ക് ഇവിടെ കൂടുതൽ സാലറിയും കിട്ടും, നമ്മൾ വീട്ടുകാരെ നോക്കാൻ പറ്റും. അതെ 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 അതെ. അതായത് നമ്മളിപ്പോൾ നഴ്സിംഗ് മേഖലയിലേക്ക് വന്നു, നമ്മളിവിടെ പഠിച്ചു, 2 വർഷം കഴിഞ്ഞു, നമ്മൾ UAE പോയി. അതല്ലേ മാഡം പറയുന്നത്? അല്ല, പുറത്ത് പോയാൽ അല്ല, UAE പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ എളുപ്പമാണ്. അതും എളുപ്പമാണ്. രണ്ടുമുണ്ട്. UAE പോയിട്ടുള്ളതിൽ ഒരു 60% ആൾക്കാരും
ഒരു വിതിൻ 1 to 2 ഇയേഴ്സ് യൂറോപ്പിലേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം യുഎഇയിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട്, അവിടെ കിട്ടുന്നുണ്ട്. അതിന് കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യുഎഇയിലുള്ള മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസും ഈ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ആണ്. JCIA പോലെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻസ് ഉള്ള ഹോസ്പിറ്റൽസ് ആണ്. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് കെയറും ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയറും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ സ്റ്റാൻഡേർഡ് മറ്റവരെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറബ് രാജ്യമാണെങ്കിലും അതൊരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ് തന്നെയാണ്. നമ്മുടെ പേഷ്യൻസ് ലോകത്തുള്ള എല്ലായിടത്തു നിന്ന് വരുന്ന പേഷ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും പ്രിഫറൻസ് ഉണ്ടല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രിഫറൻസ് ഉണ്ട്. ഇനി അവിടെ പോയിട്ട് അവിടുത്തെ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് തിരിച്ചു കൂടുതൽ കാശ് ഇവിടെ കൂടുതൽ പ്രിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ വസ്തുത. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ നഴ്സിംഗ് രംഗത്ത് കടന്നു വന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളാണ് മാഡം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മാഡം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഇത്രയും സമയം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും വളരെയധികം നന്ദിയുണ്ട്. മാഡത്തിൻ്റെ പേര് എൽസി തോമസ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഷെയ്ഖ് ഷക്ബൂത്ത് മെഡിക്കൽ സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങളായി. എത്ര വർഷമായി മാഡം മൊത്തം? ഞാനിപ്പോൾ UAE വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. ഞാൻ അവിടെ ഓങ്കോളജി യൂണിറ്റിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് അത് ഷെയ്ഖ് ഷക്ബൂത്തിലേക്ക് മേർജ് ചെയ്തപ്പോൾ അങ്ങനെ ആ കംപ്ലീറ്റ് യൂണിറ്റ് അങ്ങോട്ട് പോയി. കഴിഞ്ഞ 4 വർഷമായിട്ട് ഷെയ്ഖ് ഷക്ബൂത്തിലാണ്. മാഡത്തിന്റെ ഫാമിലിയൊക്കെ അബുദാബി തന്നെയാണ്? ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാം. എനിക്ക് ഹസ്ബൻഡും 2 കുട്ടികളുമാണുള്ളത്. കുട്ടികൾ 2 പേരും ഇപ്പോൾ അബുദാബിയിലാണ്. അവരോട് വർക്ക് ചെയ്യുന്നു. മോൻ 2 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. മോൻ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ്, മോള് ഡെന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡേറ്റാ ഫ്ലോ സ്വന്തമായി ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് എൻ്റെ മോള്. അവളുടെ ഡേറ്റാ ഫ്ലോ കംപ്ലീറ്റ് സ്വന്തമായിട്ടാണ് ചെയ്തത്. എക്സാം എഴുതാനായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തതും എക്സാം എഴുതിയതും എല്ലാം സ്വന്തമായിട്ടാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ ഈ DOHൻ്റെയും ദുബായിയുടെയും ലൈസൻസ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഡെന്റിസ്റ്റ് ആണ്, പക്ഷേ എന്നാലും അതുപോലെ തന്നെ നഴ്സസിനും പറ്റുമല്ലോ. പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, തീർച്ചയായും ചെയ്യാൻ പറ്റും. ഹസ്ബൻഡ് ഒരു എംബസി ആയിട്ട് ബന്ധപ്പെട്ട് കുറേ നോർക്ക ആയിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോജക്ട്സ്, സോഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. മോൻ അക്കൗണ്ടന്റ് ആണ്, ഒരു പ്രൈവറ്റ് കമ്പനി. അബുദാബിയാണ് സ്ഥിരതാമസം. സ്വന്തം സ്ഥലം ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നത്. ഞാൻ കണ്ണൂരിൽ നിന്നും ഹസ്ബൻഡ് ഇടുക്കിയിൽ നിന്നുമാണ്. ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂരാണ്, ഹസ്ബൻഡ് ഇടുക്കിയാണ്. ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. താമസിക്കുന്നത് ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. ഉടനെ ഞങ്ങൾ തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ട്. ഞാനും ഹസ്ബൻഡും തിരിച്ചു വരാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് ശരി. ഏതായാലും വളരെ കറക്റ്റായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി മാഡം. എല്ലാവർക്കും വേണ്ടി പ്രവാസി ഭാരതിയുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിനും താങ്ക് യു. താങ്ക് യു സോ മച്ച്.